നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ SOP എങ്ങനെ SSOP ആക്കുമെന്ന് നോക്കാം. SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോഡക്റ്റ്, SSOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ഒരു മിനിമൽ ഫോമിൽ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കനോണിക്കൽ ഫോം ആക്കുമെന്ന് നോക്കാം. ഇതിന് 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് വേരിയബിൾസ് ഇൻ പ്രോഡക്റ്റ് ഫോം. നമ്മുടെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനകത്ത് ഏതൊക്കെയാണ് മിസ്സിംഗ് വേരിയബിൾസ് എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം 3 വേരിയബിൾ ABC, എല്ലാ എക്സ്പ്രഷൻ എടുത്താലും അതിനകത്ത് A കാണും, B കാണും, C കാണും. അത് A ഫോമിലാവാം അല്ലെങ്കിൽ അത് കോംപ്ലിമെൻറ്റ് ഫോമിലാവാം. അടുത്തത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ വേരിയബിൾ പ്ലസ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. നമ്മുടെ ഏതൊക്കെയാണോ മിസ്സിംഗ് ടേം ആ വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് നമ്മളതിനെ ആ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് വേണം? തേർഡ് സ്റ്റെപ്പിൽ നെഗ്ലക്ട് ദ റിപ്പീറ്റഡ് ടേം. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ഓഫ് ABC ഈക്വൽ ടു AB പ്ലസ് ABC ബാർ പ്ലസ് BC. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് ഏതൊക്കെയാണ് മിസ്സിംഗ് വേരിയബിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ മിസ്സിംഗ് വേരിയബിൾ നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം ആയിരിക്കണമെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് ABCയുടെ ഫോം വേണം. അപ്പോൾ നമുക്കറിയാം ഈ എക്സ്പ്രഷനകത്ത് C ആണ് മിസ്സിങ്. ഇതിനകത്ത് മിസ്സിങ് ഒന്നുമില്ല, ABC ബാർ ഉണ്ട്. അടുത്ത് നമുക്കറിയാം B ആൻഡ് C, അതിനകത്ത് A ആണ് മിസ്സിങ്. അത് ഒന്ന് A ആവാം അല്ലെങ്കിൽ A ബാർ ആവാം, ഏത് ടേം വേണമെങ്കിലും ആവാം. അങ്ങനെയാണ് നമ്മൾ മിസ്സിങ് ടേം കണ്ടുപിടിക്കുന്നത്. അപ്പം അതിനകത്ത് AB പ്ലസ് ABC ബാർ പ്ലസ് BC, അതിനകത്ത് ഫസ്റ്റ് ടേമിൽ C മിസ്സിങ് ആണ്, തേർഡ് ടേമിൽ A മിസ്സിങ് ആണ്. നമുക്കിനി എങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമുക്ക് ആ സ്റ്റെപ്പ് നോക്കുമ്പോൾ അറിയാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വേരിയബിൾ പ്ലസ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. നമ്മൾ ഈ വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? AB നോക്കുക, AB അതിൻ്റെ മിസ്സിങ് ടേം C ആണ്, അതും അതിൻ്റെ കോംപ്ലിമെൻറ്റും ആഡ് ചെയ്യുക, C പ്ലസ് C ബാർ. പിന്നെ എന്ത് വേണം? AB ആയിട്ടത് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ടേം അതുപോലെ അങ്ങ് എഴുതി ABC ബാർ പ്ലസ് BC ഇൻറ്റു A പ്ലസ് A ബാർ. എന്ന് വെച്ചാൽ BCയുടെ കൂടെ നമുക്കറിയാം ഒരു Aയും കൂടെ വേണം. എന്തുകൊണ്ട് ഈ ABC എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ഓഫ് ABC എന്ന് വെച്ചാൽ 3 എക്സ്പ്രഷനകത്ത് 3 ടേമുണ്ട്. എഫ് ഓഫ് ABC നോക്കുക, എക്സ്പ്രഷനകത്ത് 3 ടേമുണ്ട്, A, B ആൻഡ് C. അപ്പോൾ ഇതിൻ്റെ എല്ലാ ടേമിലും ABC കാണണം. ഇവിടെ ABC വരണം, ഇവിടെ ABC വരണം, 3 എണ്ണവും വരണം. അടുത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കറിയാം ABC പ്ലസ് C ബാറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ABC പ്ലസ് ABC ബാർ. സെക്കൻഡ് ടേം അതുപോലെ എഴുതി ABC ബാർ പ്ലസ് BC ഇൻറ്റു ABC പ്ലസ് BC ഇൻറ്റു A ബാർ, എന്ന് വെച്ചാൽ A ബാർ BC. ഇനി നമ്മളെ തേർഡ് സ്റ്റെപ്പ് നോക്കുക, നെഗ്ലക്ട് ദ റിപ്പീറ്റഡ് ടേം എവിടെയെങ്കിലും ഉണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുക. നമ്മൾ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 2 റിപ്പീറ്റഡ് ടേം കാണാം. ഇവിടെ ഒന്ന് ABC കാണാം, ഒരെണ്ണം ABC കാണാം. അപ്പോൾ ഒരു ടേം നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ABC മാത്രം കിട്ടി. വീണ്ടും നോക്കുക, ഒരു ABC ബാർ ഉണ്ട്, ഒരു ABC ബാർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഒരു ABC ബാർ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടി? AB ഇൻറ്റു C ബാർ. വീണ്ടും നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ സ്റ്റെപ്പ് നോക്കുക, ABC പ്ലസ് ABC ബാർ പ്ലസ് A ബാർ BC. ഇത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാമെന്ന് വെച്ചാൽ, കാരണം ആ എക്സ്പ്രഷനകത്ത് നിങ്ങൾ എക്സ്പ്രഷൻ നോക്കുക, ഇവിടെ ABC, എയുടെയും ബിയുടെയും സിയുടെയും ടേമുണ്ട്, ഇവിടെയും Aയും Bയും C ടേമുണ്ട്, ഇവിടെയും ABC ടേമുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു എക്സ്പ്രഷൻ രൂപത്തിൽ എഴുതുമെന്ന് നോക്കാം. നമുക്കറിയാം SOPക്കകത്ത് A എവിടെയെങ്കിലും വന്നാൽ അവിടെ 1ഉം, എന്നാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വന്നാൽ അവിടെ നമ്മൾ 0യും എഴുതും. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ABC ആകുമ്പോൾ 1 1 1, ABC ബാർ ആകുമ്പോൾ 1 1 0, A ബാർ BC ആകുമ്പോൾ 0 1 1. ഇനി നമുക്കറിയാം 1 1 1 എന്ന് വെച്ചാൽ 8421 കോഡ് നോക്കുക. 1 1 1 എന്ന് പറഞ്ഞാൽ 7 ആണ്, 1 1 0 എന്നാൽ 6 ആണ്, 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെ നമ്മൾ എഴുതി M6 സ്മോൾ m ആണ്, എപ്പോഴും SOPയിൽ സ്മോൾ m ആണ്, സ്മോൾ M7 M6 M3. നമുക്കതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, സമ്മേഷൻ ഓഫ് സ്മോൾ m ഇൻറ്റു 3, 6, 7. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു SOP ഫോമിനെ SSOPയിലോട്ട് കൺവേർഷൻ നടത്തുന്നത്.